ഏത് പ്രശ്നത്തിൽ? ഈ പ്രശ്നങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ധനപ്രതിസന്ധിയുടെ പ്രശ്നം ഉണ്ടല്ലോ, അത് കേരള ജനത എങ്ങനെ മനസ്സിലാക്കുന്നു? സിഎമ്മിന്റെ ഒരു കാൽക്കുലേഷൻ. കേരള ജനതയുടെ പ്രതികരണമാണല്ലോ നവകേരള സദസ്സിൽ കണ്ടത്. നവകേരള സദസ്സിന്റെ ഭാഗമായി പങ്കെടുത്ത പതിനായിരങ്ങൾ ഓരോ മണ്ഡലത്തിലുമല്ലേ ഉണ്ടായത്. അത് വൻപിച്ച ജനാവലിയായിരുന്നു, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി അണിനിരക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള ഒരു ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഓരോരുത്തരും ഓരോ ഭാഷയിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിന് എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത്? ഏത് ഭാഷയിൽ സംസാരിച്ച് ഏത് നരേറ്റീവ് കൊണ്ടുവന്നാലാണ് BJP-ക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിപക്ഷമായി നാഷണൽ ലെവലിൽ നിൽക്കാൻ പറ്റുക? ഇപ്പൊ വേണ്ടത് സംസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ്. സംസ്ഥാനങ്ങൾ തോറും ആ സംസ്ഥാനങ്ങളിലുള്ള യഥാർത്ഥ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യോജിപ്പ് വളർന്നു വരണം. ആ യോജിപ്പ് വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രശ്നമുണ്ടാവില്ല. എല്ലാവർക്കുമുള്ള സ്ഥാനം അതത് നിലക്ക് പരിഗണിച്ചു കൊടുക്കണം. ഞങ്ങളാണ് എല്ലാറ്റിൻ്റെയും നേരവകാശികൾ എന്ന നില ഒരു കൂട്ടെടുക്കാതിരിക്കുക. അതിൻ്റെ മേലെ ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്ന വാശിയില്ലാതിരിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക, എല്ലാവരെയും കൂട്ടിച്ചേർക്കാനാവുക. അങ്ങനെയൊരു നിലപാടെടുത്താൽ തീർച്ചയായും BJP-യെ പരാജയപ്പെടുത്താനാകുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. The same question I answered earlier. This is not a political drama, and if it was a political drama, then why the many states are coming like with the same demand? And we started actually for last some years. We were saying about the reduction of arbitrary reduction of central the resources which is collected from the state of Kerala and many other states, and it is not distributed properly, and there is a sharp decline in the distribution. And now the latest Reserve Bank report and other reports says that what we are saying is correct, and for that the genuine demand of the state and right of the state, we are raising this issue. Now earlier we were only Kerala was there with the vocal demand. Then now many states are there, not only southern states. Karnataka came here, Tamil Nadu was saying same thing. Earlier Rajasthan was saying, Punjab was saying, then Delhi was saying, Bengal was saying. So the question is BJP government and non-BJP governments. So the issue is very genuine, and if you look our report and data, it's not better to give many details. The statistics which you can see that it is much better than many of the states which they are saying. So that's Sir, do you think that the India's existing federal structure? ചോദ്യങ്ങൾ ധാരാളമായി ഉണ്ടാകാം. 1 മണിക്കൂറായി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. Sir, do you think that India's federal structure is under strain and threat?